ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കാവുന്ന ചില സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ഹാവൽസ് ഇന്ത്യ ലിമിറ്റഡ്. ഹാവൽസ് കഴിഞ്ഞ ദിവസം 0.7% ഇടിഞ്ഞ് 1542 ക്ലോസിംഗ് നൽകി. 96,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 81.77, ഡിവിഡൻഡ് ഈൽഡ് 0.49%. 52 വീക്ക് ഹൈ 1588. സ്റ്റോക്ക് 52 വീക്ക് ഹൈക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ഹാവൽസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഒരു പ്രധാന അപ്ഡേറ്റ് ആയിരുന്നു. കമ്പനി കിച്ചൺ അപ്ലയൻസ് സെഗ്മെൻറ്റിലേക്ക് കൂടി അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നു. കുക്ക് ടോപ്പ്, ഹോബ്സ്, ചിമ്മിനീസ്, ബിൽറ്റ് ഇൻ അപ്ലയൻസ് എന്നീ പ്രൊഡക്റ്റുകളായിരിക്കും ഹാവൽസ് ഇനി വിപണിയിലെത്തിക്കുക. ഈ പുതിയ പ്രൊഡക്റ്റുകൾ 2024 മെയ് മാസത്തോടുകൂടി കമ്പനി ലോഞ്ച് ചെയ്യും. പുതിയ പ്രൊഡക്റ്റുകളൊന്നും കമ്പനി മാനുഫാക്ചർ ചെയ്യുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഈ പ്രൊഡക്റ്റുകൾ ഔട്ട്സോഴ്സ് ചെയ്ത് ഹാവൽസ് എന്ന ബ്രാൻഡിന് കീഴിൽ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ എത്തിക്കുകയായിരിക്കും ചെയ്യുക. ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിലാകാം സ്റ്റോക്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഉയർന്ന ബൈയിങ് മൊമെൻറ്റം കാണുന്നു. കൂടാതെ 1500 എന്ന റെസിസ്റ്റൻസിനെ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യുകയും ചെയ്തു. 20 മാസം നീണ്ടു നിന്ന കൺസോൾട്ടേഷൻ റേഞ്ചിനെയാണ് ഹാവൽസ് എന്ന സ്റ്റോക്ക് ബ്രേക്ക് ചെയ്തത്. അതുകൊണ്ട് ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുന്നവർ 1460 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്ത് 1680, 1700 പോലുള്ള ടാർഗറ്റ് ഹാവൽസിൽ എയിം ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ സ്റ്റോക്ക് ആവാസ് ഫിനാൻസിയേഴ്സ് ലിമിറ്റഡ്. NBFC സെക്ടറിലെ കമ്പനികളെല്ലാം റെഗുലേറ്ററി ഇൻ്റർവെൻഷൻ്റെ പശ്ചാത്തലത്തിൽ അണ്ടർ പെർഫോം ചെയ്യുകയാണ്. ബജാജ് ഫിനാൻസ് ഉൾപ്പെടെയുള്ള സ്റ്റോക്കുകളിലെല്ലാം സെല്ലിംഗ് പ്രഷർ പ്രകടമാണ്. ആവാസ് ഫിനാൻസിയേഴ്സ് എന്ന സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം 5% ഇടിഞ്ഞ് 1360 ക്ലോസിംഗ് നൽകി. 10,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 22.67, 52 വീക്ക് ഹൈ 1882, 52 വീക്ക് ലോ 1321. ആവാസ് ഫിനാൻസിയേഴ്സ് എന്ന സ്റ്റോക്ക് 52 വീക്ക് ലോയ്ക്കടുത്ത് ട്രേഡ് ചെയ്യുന്നു. ആവാസ് ഫിനാൻസിയേഴ്സുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന അപ്ഡേറ്റ്, ഈ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് 12.6% സ്റ്റേക്കുകൾ ഓഫ്ലോഡ് ചെയ്തു എന്നുള്ള വാർത്തയാണ്. ഇവിടെ ആവാസ് ഫിനാൻസിയേഴ്സിൻ്റെ കോർ പ്രൊമോട്ടർ അല്ല, മറിച്ച് ആവാസ് ഫിനാൻസിയേഴ്സിൽ പ്രൊമോട്ടർ കാറ്റഗറിയിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് ഉള്ള ഒരു ഇൻവെസ്റ്റീ കമ്പനിയായ കേദാര ക്യാപിറ്റലിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫിമായ ലേക്ക് ഡിസ്ട്രിക്ട് ഹോൾഡിംഗ് എന്ന കമ്പനിയാണ് ആവാസ് ഫിനാൻസിയേഴ്സിൻ്റെ 58.39 ലക്ഷം ഷെയറുകൾ ഓഫ്ലോഡ് ചെയ്തത്. ഇതുകൂടാതെ ഈ കമ്പനിയുടെ മറ്റ് പാർട്ട്ണർ കമ്പനികളായ ESCL, LLL തുടങ്ങിയ കമ്പനികൾ 41.57 ലക്ഷം ഷെയറുകളും കഴിഞ്ഞ ദിവസം ഓഫ്ലോഡ് ചെയ്തു. ഏകദേശം 12.6% സ്റ്റേക്കുകളാണ് പ്രൊമോട്ടർ കാറ്റഗറിയിലുള്ള ഈ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികൾ ഓഫ്ലോഡ് ചെയ്തത്. 12.6% സ്റ്റേക്കുകൾ ഓഫ്ലോഡ് ചെയ്തതിൽ 11% സ്റ്റേക്കുകൾ SBI മ്യൂച്വൽ ഫണ്ട്, അമാൻസ ഹോൾഡിംഗ്സ് തുടങ്ങിയ കമ്പനികൾ അക്വയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒരു കമ്പനിയിൽ പ്രൊമോട്ടർ അവരുടെ സ്റ്റേക്ക് ഓഫ്ലോഡ് ചെയ്യുന്നത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു നെഗറ്റീവ് അപ്ഡേറ്റ് ആണ്. ആവാസ് ഫിനാൻസിയേഴ്സ് എന്ന സ്റ്റോക്ക് 52 വീക്ക് ലോയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഒരു സമയത്ത് 3300 വിലയുണ്ടായിരുന്ന സ്റ്റോക്ക് ഇപ്പോൾ 1300 ട്രേഡ് ചെയ്യുന്നത്. 1000 സ്റ്റോക്കിൻ്റെ വളരെ പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. ഇവിടെ നിന്നും സ്റ്റോക്ക് ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റ് നടത്താൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ സ്റ്റോക്ക് സൊമാറ്റോ കഴിഞ്ഞ ദിവസം 1.7% ഇടിഞ്ഞ് 166 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. സ്റ്റോക്ക് 50 രൂപയിൽ നിന്നും 175 രൂപയിലേക്ക് കുതിക്കുകയും ഇൻവെസ്റ്റേഴ്സിന് മികച്ച രീതിയിലുള്ള റിട്ടേൺ നൽകുകയും ചെയ്തു. 175 രൂപ എന്ന 52 വീക്ക് ഹൈക്ക് അടുത്ത് സ്റ്റോക്ക് എത്തിയതിനു ശേഷം സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. ഇപ്പോൾ സ്റ്റോക്ക് 166 രൂപയ്ക്കടുത്ത് ട്രേഡ് ചെയ്യുന്നു. സൊമാറ്റോയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ്, ആലിബാബ ഗ്രൂപ്പിൻ്റെ സബ്സിഡറിയും അതുപോലെ തന്നെ ഇൻവെസ്റ്റീ ഫീമുമായ ആൻറ്റിഫിൻ സിംഗപ്പൂർ ഹോൾഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി സൊമാറ്റോയുടെ 2% സ്റ്റേക്കുകൾ ഓഫ്ലോഡ് ചെയ്യുന്നു. 2800 കോടി രൂപയ്ക്കുള്ള ബ്ലോക്ക് ഡീൽ വഴിയാണ് സ്റ്റേക്ക് ഓഫ്ലോഡിംഗ് നടക്കുക. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ദിവസം സൊമാറ്റോ എന്ന സ്റ്റോക്കിനെ ശ്രദ്ധിക്കാവുന്നതാണ്. 175 രൂപയിൽ നിന്നും പ്രോഫിറ്റ് ബുക്കിംഗ് വന്ന് സ്റ്റോക്ക് 168 ട്രേഡ് ചെയ്യുന്നു. ഇവിടെ നിന്നും 150 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കും. റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ സ്റ്റോക്കിൽ വന്നതുകൊണ്ട് സ്റ്റോക്ക് വീണ്ടും 175 എന്ന ലെവലിനെ റീടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കിനെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതുമാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്